നമ്മൾ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യുന്നു എന്ന് നാം ഒന്ന് നമ്മളെ വിലയിരുത്തുക. മാറുന്ന ഭരണാധികാരികളായാലും മാറുന്ന യുവതലമുറയായാലും ഒന്ന് ചിന്തിക്കുക. നാം എന്താണെന്ന് നാം ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ രാജ്യം എന്താണെന്ന് നാം ആദ്യം മനസ്സിലാക്കുക. പിന്നെ പറയാനുള്ളതാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 28ാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കുക, എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെ ഉയർച്ചകളാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. ഗ്ലോബലി നമ്മൾ ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രകൃതി. കുറെ പ്രകൃതി ദുരന്തങ്ങൾ നമ്മൾ നേരിടുന്നു. പ്രളയം, ഈ അടുത്ത് വയനാട്ടുണ്ടായ ദാരുണമായ മണ്ണിടിച്ചിൽ, ഒട്ടനവധി ജീവിതങ്ങൾ അവർ നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഓരോ വ്യവസായവും ഓരോ വികസനവും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യുവതലമുറയുടേതായ ഒരു ആശയങ്ങൾ വേണം. യുവതലമുറയുടേതായ ഒരു പ്രതീകം വേണം. അവരുടെ ശബ്ദങ്ങൾ രാജ്യത്തെ കേൾക്കണം. കാരണം ഭാവി വാഗ്ദാനങ്ങളാണ്. ഒരു രാജ്യത്തിന്റെ ഭാവി